84 സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യം. കുരികിൽ ഒരു വീടും ഇവിടെ 2 പക്ഷികൾ അവർ കൂട് കണ്ടെത്തി. സ്തോത്രം. ഇനി വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ച് കേൾക്കുക. പ്രാർത്ഥനയോടുകൂടെ ഇരുന്ന് ശ്രദ്ധിക്കണം. 2 പക്ഷികൾ, സ്തോത്രം, ഈ 2 പക്ഷികളെയും കോരകപുത്രന്മാരോട്, അല്ലെങ്കിൽ അവരെ തന്നെയാണ് സ്വയം അവര് എന്ത് ചെയ്യുന്നത്, അതിനോട് ഉപമിച്ച് അവര് പ്രസ്താവിക്കപ്പെടുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുന്നത് 2 പക്ഷികൾ. ഒന്ന്, കുരികിൽ ഒരു വീടും മീവൻ പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എവിടെയാണ് കണ്ടെത്തിയത്? എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. സ്തോത്രം. കരമുയർത്തി സ്തോത്രം പറയാമോ? ഇവിടുത്തെ ഒരു പ്രത്യേകത നോക്കണം. കുരികിൽ തനിക്ക് മാത്രമാണ് വീട് കണ്ടെത്തിയത്. കുരികിൽ തനിക്ക് മാത്രമാണ് വീട് കണ്ടെത്തിയത്. എന്നാൽ മീവൻ പക്ഷിയുടെ ഒരു പ്രത്യേകത, മീവൻ പക്ഷി അവയ്ക്ക് മാത്രമല്ല അവരുടെ കുഞ്ഞുങ്ങൾക്കും ഒരു കൂട് കണ്ടെത്തി. ഒരു സ്വത്രം പറഞ്ഞില്ല. സ്വത്രം, സ്വത്രം. അവൻ കുരികിൽ അവർക്ക് മാത്രം മതി രക്ഷ, അവർക്ക് മാത്രം മതി മാനസാന്തരം, അവര് മാത്രം ആരാധിച്ചാൽ മതി, അവര് മാത്രം സ്വർഗത്ത് പോയാൽ മതി, അവര് മാത്രം ഞാൻ മാത്രം ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ആരാധിക്കും, ഞാൻ പ്രസംഗിക്കും, ഞാൻ പോകും. മറ്റുള്ളവരോ കുഞ്ഞുങ്ങളോ അതെന്റെ ഒരു വിഷയമല്ല. പക്ഷേ അവിടെ നമ്മൾ വായിക്കുന്നത് മീവൻ പക്ഷി അവൻ തനിക്ക് മാത്രമല്ല അവൻ കുഞ്ഞുങ്ങൾക്കും കൂടെ കണ്ടെത്തി. മഴക്കാലം ദൈവത്തെ സേവിക്കുന്ന കുടുംബങ്ങളോട് എനിക്ക് പറയാനൊരു ദൂതുണ്ട്. നീ നിനക്ക് വേണ്ടി മാത്രം ദൈവത്തെ സേവിക്കരുത്, അവന്റെ തലമുറയെ കൂടെ നീ ശ്രദ്ധിക്കണം. കരമുയർത്തി സ്വന്തം പറയാമോ? ഹല്ലേലൂയ. നമ്മൾ സ്വാർത്ഥരാകരുത്. സ്വന്തം നമ്മൾ സ്വാർത്ഥരാകരുത്. എനിക്കൊരു ബന്ധമുണ്ട്, അവർക്ക് 7 മകൻ മാത്രമേ ഉള്ളൂ. സ്തോത്രം. അപ്പനും അമ്മയും പെന്തിക്കോസില്, സ്തോത്രം, മകൾ CSIയില്. അപ്പനും അമ്മയും സ്വർഗത്ത് പോകണം, മകൾക്ക് പോകണ്ട. മകൾക്ക് വേണ്ടി ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങളും സ്തോത്രം ഉയർച്ചകളും മുന്നിൽ കണ്ടുകൊണ്ട് മകളെ അവർ ഒഴിവാക്കിയിട്ട് ഭാര്യയും ഭർത്താവും മാത്രം പെന്തക്കോസ്ത് അനുഭവത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി എനിക്കറിയാം. ഞാൻ പറഞ്ഞത് സ്തോത്രം, ഞാൻ പോകുന്നിടത്ത് എന്റെ തലമുറ കാണണം. ഞാൻ പോകുന്ന ദൈവരാജ്യത്തിൽ എന്റെ തലമുറ വേണം. ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ തലമുറകൾ സേവിക്കണമെന്നുള്ള ആഗ്രഹം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഇത് മുതൽക്കരം അതിനെ മാനിക്കാതെ ദൈവം നമ്മെ പറഞ്ഞു വിടുന്ന ദൈവമല്ല. ഇന്നത്തെ കാലഘട്ടം എന്താ? തകരുന്ന കുടുംബ ബന്ധങ്ങളും വഴിവിട്ടു പോകുന്ന തലമുറകളെയും കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. എന്താണ് ഇതിന് കാരണം? തകരുന്ന കുടുംബ ബന്ധങ്ങൾ, അല്ലേ? വഴിവിട്ടു പോകുന്ന തലമുറകൾ. ആത്മീയത വേണ്ട, ആരാധന വേണ്ട, പ്രാർത്ഥന വേണ്ട, ആത്മീയ കൂട്ടായ്മകൾക്ക് കടന്നു പോകുവാൻ മനസ്സിലാത്തൊരു തലമുറയാ ഇന്നത്തെ തലമുറകൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ആത്മീയത അഭിമാനപ്പെടുന്ന കുടുംബ ബന്ധങ്ങൾ ഒരു മൺപാത്രം ഉടഞ്ഞ് തകരുന്നത് പോലെ നോക്കി നിൽക്കെ തകർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങൾ. എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചാൽ കിട്ടേണ്ടതെല്ലാം വേഗത്തിൽ കിട്ടി എന്നുള്ളതാണ് പ്രശ്നം. സ്വന്തം കിട്ടേണ്ടതെല്ലാം വേഗത്തിൽ കിട്ടി, അതാണ് പ്രശ്നം. എന്താ കിട്ടിയത്? സ്വന്തം ജോലി പെട്ടെന്ന് കിട്ടി, സ്വന്തം സമ്പത്ത് പെട്ടെന്ന് കിട്ടി, നല്ല വീട് പെട്ടെന്ന് കിട്ടി, നല്ല വാഹനങ്ങൾ പെട്ടെന്ന് കിട്ടി, ആധുനിക സംവിധാനങ്ങൾ കിട്ടി. പട്ടിണിയില്ല, കഷ്ടപ്പാടില്ല, ദുഃഖമില്ല, അങ്ങനെ വിശപ്പില്ല, ദാഹമില്ല, എല്ലാം വേഗത്തിൽ നമ്മുടെ കൈകളിൽ ഒതുങ്ങപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആരാധനയ്ക്കും ആത്മീയതയ്ക്കും കുടുംബത്തിനകത്ത് സ്ഥാനമില്ല, ഭവനത്തിനകത്ത് ആരാധനയ്ക്ക് സ്ഥാനമില്ല, കുടുംബത്തിനകത്ത് പ്രാർത്ഥനയ്ക്ക് സ്ഥാനമില്ല, വിശുദ്ധിക്ക് പ്രാധാന്യതയില്ല, വേർപാടിന് പ്രാധാന്യതയില്ലാതെ ആത്മീയതെന്ന് അഭിമാനിക്കുന്ന ആത്മീയ കുടുംബങ്ങൾ അധംപതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് മുതൽക്കാലം നിങ്ങളത് യാഥാർത്ഥ്യം മനസ്സിലാക്കണം. പട്ടിണി കിടന്നതുകൊണ്ട് ഒരുവനും യേശുവിനെ വിട്ടുപോയിട്ടില്ല, രോഗം എന്നതുകൊണ്ട് ഒരുത്തനും യേശുവിനെ വിട്ടുപോയിട്ടില്ല, ഇല്ലായ്മ കൊണ്ട് ഒരുത്തനും യേശുവിനെ
സ്വതന്ത്രം നിങ്ങൾക്ക് ഉണ്ടാലൊക്കെ സ്വതന്ത്രം വരില്ല. ആമേൻ. എനിക്കറിയാമത് ആമേൻ എന്താ കാര്യമെന്ന്. ഞാൻ പറയാ, പട്ടിണി കിടന്ന ആരും യേശുവിനെ വേണ്ടെന്ന് വെച്ചിട്ടില്ല കേട്ടോ. ആമേൻ. സ്തോത്രം. ഉടുതുണിക്ക് മറുപടിയില്ലാത്തവർ യേശുവിനെ വേണ്ടാന്ന് വെച്ചിട്ടില്ല. വീട് കയറി കിടക്കാൻ കിടപ്പാടമില്ലാത്തവർ യേശുവിനെ വേണ്ടാന്ന് വെച്ചിട്ടില്ല. എല്ലാം ഉള്ളവൻ സമൃദ്ധി വന്നപ്പോൾ പ്രാർത്ഥന മറന്നുപോൾ, കരയാൻ മറന്നുപോൾ, ദൈവത്തെ സേവിക്കാൻ മറന്നുപോൾ, പരാജയത്തിന്റെ പണ്ഡിതവരങ്ങൾ ഏറ്റുവാങ്ങി കുടുംബങ്ങൾ ആടി ഉലയാൻ തുടങ്ങി. അപ്പന് മക്കളോട് സ്നേഹമില്ല, മക്കൾക്ക് അപ്പനോടും അമ്മയോട് സ്നേഹമില്ല, സഹോദര ബന്ധങ്ങൾ ആടി ഉലയുന്നു, ഭാര്യ-ഭർത്തൃ ബന്ധങ്ങൾ തകരുന്നു, അവന്റെ മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ തകരുന്നു. പുറമെ നോക്കിയ അവൻ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുടുംബത്തിനകത്ത് കലാപകലുഷിതമായ അവസ്ഥകളിലൂടെ അവന്റെ ജീവിതത്തിൽ സ്വസ്ഥതയില്ല, ജീവിതത്തിൽ സമാധാനമില്ല. പരസ്പരം കടിച്ചു തുറന്ന ചെന്നായ്ക്കളെ പോലെ വന്യമൃഗങ്ങളാണോ വീട്ടിനകത്ത് പാർക്കുന്നു എന്ന് തോന്നുന്ന നിലകളിൽ ആമേ പെന്തക്കോസ്ത് കുടുംബങ്ങൾ, ആമേ വിശ്വാസ സമൂഹങ്ങൾ അധപ്പതിച്ചു പോകുന്ന അവൻ ഈ നൂറ്റാണ്ടിന്റെ അവൻ ഈ 21ാമത്തെ നൂറ്റാണ്ടില് ഇന്നുവരെ ഞാൻ വിളിച്ചു പറയാ, ദൈവസഭ മടങ്ങി വരേണ്ട കാലം കഴിഞ്ഞു. എന്താ കാര്യം? അവൻ കുരുകൾ തനിക്ക് മാത്രം ഒരു കുരുകൾ കണ്ടെത്തിയപ്പോൾ ഇവൻ പക്ഷി പറഞ്ഞു, എനിക്ക് മാത്രം പോരാ, ഞാൻ പോകുന്നിടത്ത് ഞാൻ കണ്ടെത്തിയ കൂട് എന്റെ തലമുറകളിലേക്ക് അവൻ ഞാൻ കൈമാറ്റം കഴിയുകയാണ്. എത്ര ആഗ്രഹം കൊണ്ട് കരമുയർത്തി ദൈവത്തിന് സ്വന്തം ചെയ്യുക. കഷ്ടത മാറ്റി യേശുവിനെ സേവിക്കാൻ മറക്കരുത്. പട്ടിണി മാറ്റിയ കർത്താവിനെ സേവിക്കാൻ മറക്കരുത്. അവയെ സമ്പത്ത് തന്ന ദൈവത്തെ വിട്ട് അകലരുത്. നന്മ തന്ന ദൈവത്തെ വിട്ടു പോകരുത്. നല്ല വീട് തന്ന ദൈവത്തെ വിട്ട് അകന്നു പോകരുത്. അവയെ സ്തോത്രം. ഇതെല്ലാം ദൈവം നമുക്ക് ദാനമായി തന്നപ്പോൾ അവയെ സ്തോത്രം ഞാൻ ദൈവത്തെ മറക്കരുത്. അവയെ ദൈവത്തെ മറന്നാ അവയെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും, സന്തോഷം നഷ്ടപ്പെടും, നിത്യത നഷ്ടപ്പെടും, നിത്യരാജ്യം നഷ്ടപ്പെടും. കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ അവയെ ഞാനോ നിങ്ങളോ കൈവിടപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് സ്നാനപ്പെട്ടവൻ സ്വർഗത്തിൽ പോകണമെന്നില്ല, അഭിഷേകമുള്ളതവൻ സ്വർഗത്തിൽ പോകണമെന്നില്ല, പെന്തിക്കോസ്ത് വന്നതവൻ സ്വർഗത്തിൽ പോകണമെന്നില്ല, ആഭരണം ഉപേക്ഷിച്ചതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെന്നില്ല, ആഭരണം ഇട്ടതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെന്നില്ല, വെള്ള ധരിച്ചതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെന്നില്ല, കറുത്തത് ധരിച്ചതുകൊണ്ട് പോകണമെന്നില്ല. അവനെ സ്തോത്രം. ഇന്ന് പകൽക്കാലം അവനവന്റെ ആത്മരക്ഷാവനവൻ കണ്ടെത്തണം. ഇന്ന് പകൽക്കാലം മനസ്സിലാകുന്ന ദൈവജനത്തിന് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇസ്രായേൽ സഭയോട് ദൈവം പറഞ്ഞു, ആമേൻ, ഞാൻ നിനക്ക് മനോഹരമായ ഒരു ദേശത്തേക്കല്ലയോ ഞാൻ നിന്നെ കൊണ്ടുപോയത്. പാലും തേനും കൊണ്ടുള്ള ദേശം, നദികളുള്ള ദേശം, താഴ്വരകളുള്ള ദേശം, സമൃദ്ധിയുള്ള ദേശം, മറ്റുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടമുള്ള ദേശം, വെട്ടാത്ത കിണറ്, അങ്ങനെ വെക്കാത്ത വീട്, ഈ ദേശത്തേക്കല്ലയോ ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത്. നീ അവിടെ ചെന്ന് നിന്റെ നന്മ അനുഭവിക്കുമ്പോൾ, ഉയർച്ച പ്രാപിക്കുമ്പോൾ, നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ, നല്ല വീട്ടിൽ പാർക്കുമ്പോൾ, നല്ല ആഹാരം കഴിച്ച് നീ പുഷ്ടിപ്പെടുമ്പോൾ നീ പറയരുത്, ഇതെല്ലാം എന്റെ എടുത്തുകൊണ്ട് നേടിയതാണ്, എന്റെ കൈ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ് എന്ന് നീ പറയരുത്. നീ പറയേണ്ടത്, ഇതെല്ലാം ദാനമായി തന്നൊരു ദൈവമുണ്ട്, ആ ദൈവത്തെ നീ മറക്കരുത് എന്ന് ആവർത്തന പുസ്തകത്തില് ആവർത്തിച്ചു പറയുന്നൊരു ദൂതാണ്. കരമേൽപ്പിന് സ്വന്തം പറയാമോ? ഹല്ലേലൂയ. നമ്മെ സ്തോത്രം. ഇവിടെ ഞങ്ങളുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ആരും പട്ടിണി കൊണ്ട് ദൈവത്തെ വിട്ടുപോകില്ല. പക്ഷേ സമ്പത്തിന്റെ പെരുപ്പം കൊണ്ട്, നന്മയുടെ പെരുപ്പം കൊണ്ട് സ്ഥിതി മാറുമ്പോൾ, നമ്മെ സാഹചര്യങ്ങൾ മാറുമ്പോൾ, നന്മകൾ വിശാലതയിലേക്ക് വരുമ്പോൾ, ഉയർച്ചകൾ നമ്മെ പ്രതീക്ഷിച്ചതിനപ്പുറം വരുമ്പോൾ ദൈവത്തെ മറന്നു പോകുന്നുവോ, ആരാധന മറന്നു പോകുന്നുവോ, പ്രാർത്ഥന മറന്നു പോകുന്നുവോ, നമ്മെ വിഷയത്തോട് ബന്ധത്തിലല്ലെങ്കിൽ ഞാൻ പറയാ, നമ്മെ ലോകത്തിലെ നമ്പർ 1 സമ്പന്നനായിരുന്ന അബ്രഹാമിന്റെ കൂടാരത്തിലെ വേലക്കാരിയായി, ദാസിയായി, ഭാര്യയായിരുന്ന ഹാഗറിന്റെ ജീവിതത്തിൽ തകർച്ച പറ്റി. എവിടെ? നമ്മെ സ്തോത്രം. ബേർശേബയിലെ മരുഭൂമിയിൽ നിലവിളിച്ച് കരയുന്ന ഒരു ഹാഗർ. എന്താ ഹാഗർ? നമ്മെ ഇവിടെ കിടന്ന് കരയേണ്ടി വന്നത്? മരുഭൂമിയിലാണോ കരയേണ്ടത്? വരൾച്ചയുള്ള ഇവിടെയാണോ കരയേണ്ടത്? ലോകത്തിലെ നമ്പർ 1 ധനവാനായിരുന്ന അബ്രഹാമിന്റെ കൂടാരത്തിനകത്ത് നിന്നാണോ നീ വന്ന് കരഞ്ഞത്? എന്താ ഇവിടെ കരയേണ്ടി വന്നത്? അവൻ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അവൻ ധനവാനായ അബ്രഹാമിന്റെ കൂടാരത്തിനകത്ത് സകലവിധ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ദൈവത്തെ സേവിച്ചു മുൻപോട്ട് പോയ ഹാഗറേ, അബ്രഹാമിന്റെ കൂടാരത്തിൽ നീ കരയാൻ മറന്നു. ഹാഗറേ, അബ്രഹാമിന്റെ കൂടാരത്തിൽ നീ പ്രാർത്ഥിക്കാൻ മറന്നു. ഹാഗറേ, അബ്രഹാമിന്റെ കൂടാരത്തിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവത്തോട് ചോദിക്കാൻ മറന്നു. അതുകൊണ്ടാണ് വിളിക്കേണ്ടി വന്നത്. ഇന്ന് ഞാൻ ആത്മനിറവിൽ പറയാ, നിന്റെ വീട്ടിനകത്ത് തലമുറയ്ക്ക് വേണ്ടി കരയണം. നിന്റെ വീട്ടിനകത്ത് നിന്റെ മക്കൾക്ക് വേണ്ടി കരയണം. നിന്റെ വീട്ടിനകത്ത് നിന്റെ മക്കൾക്ക് വേണ്ടി നീടി നിൽക്കണോ.
പരിശുദ്ധാത്മാവ് സഭയോടുമായി ഇന്ന് ദൂതാണ്. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഇന്ന് പകൽക്കാലം തലമുറ അനുഗ്രഹിക്കപ്പെട്ടു, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു എന്നതിന്റെ തെളിവ് വലിയ വീടല്ല. സ്തോത്രം, സ്തോത്രം. ആമേൻ. എനിക്കുണ്ട് അത്യാവശ്യം നല്ലൊരു വീട്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടതിന്റെ തെളിവ് ആമേൻ എനിക്ക് നല്ലൊരു വീടുണ്ട് അതല്ല. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടതിന്റെ തെളിവ് എനിക്ക് നല്ലൊരു വാഹനമുണ്ട് അതല്ല. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടതിന്റെ തെളിവ് എനിക്ക് നല്ലൊരു ബാങ്ക് ഡെപ്പോസിറ്റ് എനിക്കില്ല. അവയെ സ്തോത്രമുണ്ട് ഉള്ളവരുണ്ട്, ഉണ്ടതിരിക്കട്ടെ. ഞാൻ പറയാം, ബാങ്ക് ഡെപ്പോസിറ്റ് അല്ല നീ അനുഗ്രഹിക്കപ്പെട്ടതിന്റെ തെളിവ്. അവയെ പണമല്ല അതിന്റെ തെളിവ്, നിന്റെ വീടല്ല അതിന്റെ തെളിവ്. അവയെ നീ സേവിക്കുന്ന ദൈവത്തെ നിന്റെ തലമുറ സേവിക്കുന്നുണ്ടോ അതാണ് നീ അനുഗ്രഹിക്കപ്പെട്ടതിന്റെ തെളിവ്. നീ എടുത്ത വേദപുസ്തകത്തിന്റെ തലമുറ എടുത്തോ, നീ സേവിക്കുന്ന ദൈവത്തിന്റെ തലമുറ സേവിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ ശൂന്യമാ. അങ്ങ് പരാജയമാണ്, പരാജയമാണ്. നീ സേവിക്കുന്ന ദൈവത്തെ നിന്റെ തലമുറ സേവിക്കുന്നതാണ് അനുഗ്രഹം. അതാണ് അനുഗ്രഹത്തിൻ്റെതായ ആമേ സ്തോത്രം. ആമേ കാണപ്പെടുന്ന നന്മകൾ അല്ലേ? 2 കോടി രൂപ ശ്രീധരൻ മേടിച്ച് 101 പവൻ സ്വർണം വിട്ട് വരുന്ന ആമേ സ്തോത്രം. ആമേ ഒരു വ്യക്തിയെ കണ്ടിട്ട് എന്റെ മക്കൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതിലേക്ക് ഒരു വേദപുസ്തകം എടുത്തുകൊണ്ട് ആമേ ദൈവഭയത്തോട് തലയിൽ തുണിയിട്ട് ദൈവ സന്നിധിയിൽ വന്നിരുന്ന ആമേ നിന്റെ മകന് വേണ്ടി കരയുന്ന ഒരു പെൺകുട്ടിയെ കിട്ടിയ അതിനേക്കാൾ ശ്രേഷ്ഠത മറ്റൊന്നുമില്ല. 2 കോടിയേക്കാൾ ശ്രേഷ്ഠതയോ ഒരു ദൈവത്തിന്റെ തിരുഭാഗമെടുത്ത് മുട്ടുമടക്കുന്നത്. അന്ന് കുഞ്ഞുങ്ങളുടെ ജീവിതം തകർന്നു പോകുന്നതിന്റെ കാരണം പ്രാർത്ഥിക്കുന്നതാണോ എന്ന് നോക്കാറില്ല, പള്ളി പോകുന്നൊന്നും നോക്കാറില്ല, ആരാധിക്കുന്ന കുട്ടിയാണോ നോക്കാറില്ല, അഭിഷേകമുണ്ടോ നോക്കാറില്ല. ചെറുക്കൻ വലിയ വീടുണ്ടോ, ചെറുക്കൻ വലിയ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം കൂടെ ആമേ സ്തോത്രം 30 മുതൽ കർപ്പൂരം വരെയും പിന്നെ വീട്ടിനകത്ത് വേണ്ട ഫർണിച്ചർ അത് ഇത് ചപ്പ ചവറ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ആമേ സ്തോത്രം ആമേ ഗ്രൈൻഡർ മിക്സി ആമേ സ്തോത്രം ഇനി ആമേ ജ്യൂസർ ഇനി എന്തെല്ലാം ഉണ്ട് ആമേ എനിക്കൊന്നും പേര് പറയാൻ അറിയത്തില്ല അലമാര ഇതെല്ലാം കൂടെ കൊണ്ട് വാരി കെട്ടിക്കൊണ്ട് നമ്മുടെ ആൾക്കാരെ വിളിച്ച കല്യാണം കഴിഞ്ഞ് വൈകുന്നേരത്ത് ഒരു യാത്രയുണ്ട്. എന്തിനാ മോളെ ആമേ സ്തോത്രം മോളുടെ വീട് കാണാൻ പോവുകയാ. ഞാൻ പറയുന്നത് കാണാനല്ല പോണത്, മോളുടെ വീട് കാണിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. വീട് കാണാനല്ല, പിന്നെ എന്റെ മോളെ കെട്ടിച്ച 2 നില വീട്ടില്ല, വീട് കാണിക്കാൻ വേണ്ടി പോവുകയാണ്. സ്വന്തം എന്റെ പൊന്നു സഹോദര ആമേ നീ നിന്റെ മകളെ കെട്ടിച്ചു വിടുന്ന വീട്ടില് ആ ചെറുക്കൻ വിശ്വാസിയാണോ, ദൈവസഭയിൽ പോകുന്നവനാണോ, അതോ ഞായറാഴ്ച ശമ്പു വെച്ച് കാണാനാണെന്ന് കുത്തിയിരുന്നത് ആമേ സ്തോത്രം ആമേ കാറ്റാടി വെച്ചിരിക്കുന്നവനാണോ എന്ന് നീ നോക്ക്. ആമേ 2 നില വീടില്ലെങ്കിലോ ആമേ സ്തോത്രം നീ അവനെ വണ്ടി ഇല്ലെങ്കിലോ പ്രാർത്ഥിക്കുന്ന കൊച്ചനാണോ നിന്റെ തലമുറ സേഫ്? മനസ്സിലാകുന്നുണ്ടോ? നിന്റെ തലമുറ സേഫാ. ഇല്ലാത്തതെല്ലാം പോകാം. ഒരു കുറ്റി ഗ്യാസ് ആമേ അറിയാതെ ഓടാനും അത് തീരുകയോ കുടുംബബന്ധങ്ങള് ആമേ എന്തല്ല ആമേ വെറൈറ്റിയിലുള്ള മരണങ്ങള് നമ്മുടെ മാധ്യമങ്ങളിലൂടെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. കിടപ്പുറക്കകത്ത് പാമ്പിനെ പിടിച്ചുകൊണ്ട് വിട്ടു കൊല്ലുക, ഗ്യാസ് കൊണ്ട് തെറിക്കുക, എന്തെല്ലാ സംവിധാനങ്ങളാണ്. ആമേ സ്തോത്രം ആമേ കിടപ്പുറയില് ആമേ കട്ടിലെ കുത്തി വളർത്തുകയാ. ബന്ധങ്ങൾ തകർന്നു പോകുന്നു, നിന്റെ തലമുറകൾ തകർന്നു പോകുന്നു, പാലവരെ കീഴടക്കുന്നു, ആമേ പാലശക്തികൾ അവരെ വേട്ടയാടുന്നു, പൈശാചിക വ്യാപാരങ്ങൾ അവരെ തകർക്കുന്നു. എന്താ കാരണം? ദൈവത്വം വേണ്ട, ആരാധന വേണ്ട, പ്രാർത്ഥന വേണ്ട, ആത്മീയത വേണ്ട. നിന്റെ തലമുറയെ നീ ഇങ്ങോട്ടാ വളർത്തുന്നത്. അവരെ നീ ദുഃഖിക്കേണ്ടി വരുമെന്ന് പകൽക്കാലം മറന്നു പോകരുത്. നിങ്ങൾ പക്ഷേ തങ്ങൾക്ക് മാത്രമല്ല അവരെ തങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയോ അങ്ങനെ കൂട് ഉണ്ടാക്കുവാനൊക്കെ ഉള്ളവിടെയായി. അതുകൊണ്ട് പെൺപിള്ളേരെ കെട്ടിക്കുന്നവർ വലിയ വീട് നോക്കി കെട്ടിക്കാൻ നിൽക്കരുത്. സ്തോത്രം. അതുകൊണ്ട് വലിയ വീടുള്ളവർ വരുമ്പോ വേണ്ടെന്ന് പറയാനല്ല, വലിയ വീട് നോക്കുന്നതിനേക്കാളും നോക്കേണ്ടത് ചെറുക്കൻ എങ്ങനെയുണ്ട്, പെൺകുട്ടി എങ്ങനെയുണ്ട്, പ്രാർത്ഥിക്കുന്നതാണോ അതോ ആമേ പ്രാർത്ഥനയ്ക്ക് പായിൽ വന്നിരുന്ന മൊബൈലിൽ തോണ്ടുന്നതാണോ? നോക്കണം, ഇതൊക്കെ നോക്കണം. സ്തോത്രം, സ്തോത്രം. ഇതൊക്കെ നോക്കണം. മനസ്സിലാകുന്നുണ്ടോ? അടുത്തിരിക്കുന്നവര് തോണ്ടുന്ന സ്വഭാവമാണോ? അല്ലേ? ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ, ഒരു ക്ലാസ് സംഗീതം പറഞ്ഞതാ, ഒരു അച്ഛൻ ഒരു കൊച്ചിനെ മടി പിടിച്ചിരുത്തിക്കൊണ്ട് ഫോണെ കുത്തിക്കൊണ്ടിരുന്നു. ആരാധന കഴിഞ്ഞ് അദ്ദേഹം പോയി. കൊച്ചിനെ അടുത്ത് വിളിച്ചിട്ട് ദൈവദാസൻ
ചോദിച്ചു, എന്നാ ആ അങ്കിള് മൊബൈല് ചെയ്തുകൊണ്ടിരുന്നേ? അന്നേരം പറയുക, ആ അങ്കിള് ഹിന്ദി സിനിമ കണ്ടുകൊണ്ടിരുന്നു, ആരാധനയില്ല. സ്വത്രം. ഇങ്ങനെ അതപ്പതിച്ചു പോകരുത്. തലമുറകളെ നേടണം, തലമുറകളെ നേടണം, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, തലമുറകളെ വിശ്വാസത്തിൽ കൊണ്ടുവരണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ രാവിലെ 5 മണിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്പെഷ്യൽ ട്യൂഷൻ നിങ്ങൾ ഉണ്ടാക്കും. സ്വത്രം. നിങ്ങൾ ഉണ്ടാക്കും. ദൈവസഭ സൺഡേ സ്കൂളിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ ഉത്സാഹിക്കാറുണ്ടോ? എത്ര പേരാ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ ഉത്സാഹിപ്പിക്കുന്നവര്? സ്വത്രം. എത്ര പേരാ ഉത്സാഹിപ്പിക്കുന്നവര്? എത്ര പേര് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? നിങ്ങൾ എത്ര ഉത്സാഹിക്കുന്നു മാതാപിതാക്കളെ? നിങ്ങൾ തലമുറകളെ ഓർത്ത് നിങ്ങൾ കരയേണ്ടി വരാതിരിക്കണമെങ്കിൽ അവൻ ബാലൻ നടക്കുന്ന വഴിയിലല്ല, നടക്കേണ്ടുന്ന വഴിയിൽ അവരെ അഭ്യസിപ്പിക്കാൻ മറന്നു പോകരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നാളെ കരയേണ്ടി വരും. നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ അടിച്ചിറക്കുന്ന സാഹചര്യങ്ങൾ വരും. ആമേ സ്തോത്രം. ഞാൻ പ്രസംഗിക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, ആമേ നിങ്ങൾ പണിയുന്ന വീട്ടിനകത്ത് സ്റ്റോർ റൂം എന്നൊരു റൂം ഉണ്ട്. ആമേൻ ആമേൻ. അപ്പനമ്മമാരെ, നിങ്ങൾ ആമേൻ കുറച്ചുകൂടെ പ്രായം ചെല്ലുമ്പോൾ ഈ സ്റ്റോർ റൂമുകളാണ് ആമേൻ നിങ്ങളുടെ ബെഡ്റൂമുകളായി മാറുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ അവിടെയാക്കും. സ്വതന്ത്രം. എത്ര എത്ര അനുഭവങ്ങളുണ്ട്, എത്ര എത്ര അനുഭവങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാനൊരു മാതാവിനെ കണ്ടു. 2 പെൺമക്കളുണ്ട്. 2 പേരെയും നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ചു. നല്ല ആമേ പ്രായത്തിലുള്ള ഭർത്താവ് മരിച്ചു. ആശ്രയമായിട്ട് ആരുമില്ല. ആമേ സ്വന്തം. ഇന്ന് 2 പെൺമക്കളും കൂടി അവരെ ആമേ ഓഫറേജിൽ കൊണ്ടുവിടാൻ വേണ്ടി എവിടെ വിടാമെന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാ. ഇതാണ് കാലം. ഞാൻ നീ കൈവിടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ദൈവഭയമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക. ഞാൻ നീ മറന്നു പോകരുത്. സ്പെഷ്യൽ ട്യൂഷൻ വിട്ടില്ലെങ്കിലോ, കല്യാണത്തിന് വിട്ടില്ലെങ്കിലോ, 28 കെട്ടാൻ പോയില്ലെങ്കിലോ, അവനെ പാല് കാച്ചാൻ പോയില്ലെങ്കിലോ, എനിക്കെന്റെ ദൈവത്തെ സേവിക്കണം. അവൻ ദൈവപക്ഷി അവയ്ക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂറ് കണ്ടെത്തിയതുപോലെ അവൻ നീ അവനെ സ്വർഗീയ യാഗപീഠത്തിന്റെ മുൻപിൽ വന്നിരുന്ന് മുഴക്കാൻ മടക്കി കരഞ്ഞ നാളെ നിന്റെ തലമുറകൾ നിനക്കൊരു ആശ്വാസമായി മാറും. ഹല്ലേലൂയ. നിന്റെ തലമുറകൾ നിനക്കൊരു ആശ്വാസമായി മാറും. നിന്റെ തലമുറകൾക്ക് നീ നല്ലത് പകർന്നു കൊടുക്കണം. 1-2 കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉറക്കം വരുന്നോ? 1-2 കാര്യങ്ങളോട് നാം കണ്ണടച്ച് പ്രാർത്ഥിച്ചത് ഉറക്കം വരുന്നില്ല. 2 കാര്യങ്ങളോട് ഓടിച്ചു പറയാം. സ്തോത്രം. അവരെ ശ്രദ്ധിച്ചോളണം. തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നതാണ് അവരുടെ ശീലം. സ്തോത്രം. മൂത്തവരെ കണ്ടാൽ ബഹുമാനിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. സ്തോത്രം. സ്തോത്രം. നരച്ചവന്റെ മുമ്പിൽ എന്ത് ചെയ്യണം? ലേവ്യ പുസ്തകം 19-ാം അധ്യായം 32-ാമത്തെ വാക്യം. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 32-ാമത്തെ വാക്യം. നീ മലയാളത്തിൽ കൂടെ. നരച്ചവന്റെ മുൻപാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യണം. എന്ത് ചെയ്യണം? നരച്ചവന്റെ മുൻപാകെ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. എന്നെ ശ്രദ്ധിക്കണം. നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പിന്നെ വായിക്കുക. നരച്ചവനെ ബഹുമാനിക്കണം. വൃദ്ധന്റെ മുമ്പിൽ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. അതുകൊണ്ട് അമ്മച്ചിമാര് വരുമ്പോ എഴുന്നേൽക്കട്ടെന്നല്ല, വൃദ്ധകളുടെ മുമ്പിലും വൃദ്ധന്മാരുടെ മുമ്പിലും കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? അവർ വരുന്നത് കണ്ടാൽ എഴുന്നേൽക്കാൻ പഠിപ്പിക്കണം. ഞങ്ങളുടെയൊക്കെ ജനറേഷന്റെ തലമുറയില് ഇന്നും ഞാൻ വീടിന്റെ സിറ്റൗട്ടിൽ അവിടെ എവിടെയെങ്കിലും ഇരുന്നാൽ എന്റെ അപ്പൻ വരുന്നത് കണ്ടാൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കും. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോ നിങ്ങളുടെ എത്ര മക്കൾ എഴുന്നേൽക്കും? നിങ്ങൾക്ക് അറിയാം. എനിക്ക് ആരുടെയും കാര്യം അറിയത്തില്ല. പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങള്? സ്വത്രം. ഒരു വണ്ടിയിൽ കയറുമ്പോ പ്രായമുള്ള ഒരാളെ വേച്ച് കുറച്ച് പിടിച്ചോണ്ട് നിൽക്കുമ്പോ നീ ഞെളിഞ്ഞിരുന്ന് അങ്ങ് യാത്ര ചെയ്യരുത്. അയാളെ ബഹുമാനിക്കണം, എഴുന്നേറ്റ് കൊടുക്കണം. പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം തലമുറ, അല്ലേ? ഇന്നത്തെ പിള്ളേര് അപ്പന്റെയും അമ്മയുടെയും ഒക്കെ അമ്മമാരെയും അപ്പന്മാരെയും വിളിക്കുന്നത് കേളവൻ, മൂപ്പൻ, മൂപ്പത്തി, കേളവി, അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ പിള്ളേരെ വിളിക്കുന്നത്. ഇത് വിളിക്കുമ്പോ കൊച്ചു കിളവി എന്ന് വിളിച്ചാ എന്ന രസമാ. നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. ഒരു കുളിര് കൊച്ച്, 1.5 വയസ്സ് 2 വയസ്സായ കൊച്ച്, അങ്ങനെ 70 വയസ്സായവരെ കിളവി എന്ന് വിളിച്ചപ്പോൾ മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ കണ്ടപ്പോ ഒരു പുളകമാണ്. ചെവിക്ക് കൊടുക്കണം. ചെവിക്ക് മനസ്സിലാകുന്നുണ്ടോ? മുറ പറഞ്ഞു കൊടുക്കണം, ബന്ധം പറഞ്ഞു കൊടുക്കണം. നീ ദൈവവേദന അങ്ങനെ പഠിപ്പിക്കണം. നാളെ അവൻ
സ്തോത്രം. ആമേൻ. ആവർത്തന പുസ്തകത്തിൽ 6:6 മുതൽ വായിക്കുമ്പോ ആമേൻ അവിടെ നമ്മൾ വായിക്കുന്നതിന്റെ തലമുറയ്ക്ക് ദൈവത്തിന്റെ വചനങ്ങളെ നീ പഠിപ്പിക്കണം, വചനങ്ങളെ ഉപദേശിച്ചു കൊടുക്കണം. അല്ലാതെ നുണ പറയാനല്ല നീ പഠിപ്പിക്കേണ്ടത്, കള്ളത്തരം കാണിക്കാനല്ല നീ പഠിപ്പിക്കേണ്ടത്. മനസ്സിലാക്കുന്നുണ്ടോ? ആമേൻ. ഊടായ്പ കാണിക്കാനല്ല നീ തലമുറ പഠിപ്പിക്കേണ്ടത്. സത്യസന്ധമായി ദൈവവചനത്തെ പഠിപ്പിച്ചു കൊടുക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മള് പോകുന്ന വഴിക്ക് കടയിൽ കയറി മൂക്കറ്റ് അടിക്കൊണ്ട് വീട്ടിൽ പോകും. പിള്ളേരോട് പറഞ്ഞിടാ അവിടെ ചെന്ന് പറയരുത് നമ്മള് കടയിൽ കയറി കഴിച്ചെന്ന്. പിടിച്ചെന്ന് അവിടെ പ്രായം ചെന്നവർ 1-2 പേര് നോക്കുപോലെ അവിടെ പറയുന്നത് കടയിൽ ചെന്ന് കഴിച്ചെന്ന്. ഇത് ആരോടാ പറയുന്നേ? ആരോടാ പറയുന്നേ? നമ്മുടെ ആരെ കുറിച്ചാ പറയുന്നേ? നമ്മുടെ അപ്പനമ്മയെ കുറിച്ച്. സ്തോത്രം, സ്തോത്രം. 10 കൊല്ലം കൂടെ കഴിയുമ്പോ എന്റെ അപ്പനും അമ്മ ഇരിക്കുന്നിടത്ത് ഞാനും എന്റെ ഭാര്യ ഇരിക്കും. ഞാനിരിക്കുന്നിടത്ത് എന്റെ മക്കൾ വരും. അവരുടെ ഇവരുടെ സ്ഥാനത്ത് അവർക്ക് മക്കളുണ്ടാകുമ്പോൾ അവരും കടയിൽ ചെന്ന് കഴിച്ച് അവരുടെ മക്കളോട് പറയും വീട്ടിലൊരു 30 ഇരിപ്പുണ്ട്, അവിടെ ചെന്ന് പറയണ്ട നമ്മള് 5 സ്റ്റാറിലാ കയറി എന്ന്. അല്ല, മനസ്സിലാകുന്നുണ്ടോ? പണ്ടൊരു വീട്ടില് ഒരു സമയം പോയി എങ്കിൽ ഞാനിവിടെ പറഞ്ഞ് നിർത്താം. സ്വന്തം പണ്ടൊരു വീട്ടില് ഒരു അപ്പൻ അദ്ദേഹത്തിന്റെ അപ്പന് പുറത്തു കിടന്ന് വൃത്തിയില്ലാത്ത ഒരു ഹീനമായ പാത്രത്തില് എന്ത് ചെയ്തു? ഭക്ഷണം കൊടുക്കുമായിരുന്നു. കഥയാണ് കേട്ടോ. ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഒരു ദിവസമായപ്പോൾ ആ വൃദ്ധൻ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ സ്തോത്രം അദ്ദേഹത്തിന് ചാപ്പാട് കൊടുക്കുന്ന പാത്രം എടുത്ത് ആ മകൻ അതങ്ങ് തെങ്ങും തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. സ്തോത്രം. എന്നിട്ട് ചില മണിക്കൂറുകൾ കഴിഞ്ഞ് അദ്ദേഹം എവിടെയോ ഇറങ്ങി അടിച്ച് തിരിച്ച് വീട്ടിൽ വന്നപ്പോ ആ പാത്രം വീട്ടിനകത്തിരിക്കുന്നു. സ്തോത്രം. അദ്ദേഹം ചോദിച്ചു, ആരായിട്ട് ഈ അഴുക്ക പാത്രം എടുത്ത് ആരാ വീട്ടിനകത്ത് കൊണ്ടുവച്ച്? ആരും ഒന്നും മിണ്ടുന്നില്ല. അയാളുടെ ഒരു കൊച്ചുമോനുണ്ട്, കൊച്ചുമോൻ, അവന്റെ മോൻ. ആ കൊച്ചൻ ഓടി വന്ന് പറഞ്ഞു, അപ്പ ഞാനാ എടുത്തോണ്ട് ഇവിടെ വെച്ചേ. എന്തിനാ ഈ അഴുക്ക പാത്രം എടുത്തോണ്ട് വെച്ചേ? ആ കൊച്ചു പറയുക, ഈ പാത്രത്തിലല്ലേ അപ്പന്റെ ആഹാരം കൊടുത്തത്. നാളെ എന്റെ അപ്പന് വയസ്സാക്കുമ്പോൾ ഈ പാത്രത്തിൽ ആഹാരം തരാൻ വേണ്ടിയാണ് ഞാൻ എടുത്ത് വെച്ചത്. അത് മനസ്സിലാകുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ വിവരം പഠിക്കുന്നേ. വിദ്യാഭ്യാസം കുറവാണെങ്കിലും കുഴപ്പമില്ല, വിവരമുള്ള കുഞ്ഞുങ്ങളായി വളരട്ടെ. ദൈവത്തിലുള്ള കുഞ്ഞുങ്ങളായി വളരട്ടെ. നുണ പറയാൻ പഠിപ്പിക്കരുത്, നുണ പറഞ്ഞ കൂട്ടു നിൽക്കാൻ പഠിപ്പിക്കരുത്. സത്യസന്ധത പഠിപ്പിക്കുക, ദൈവവചനം പഠിപ്പിക്കുക. ജ്ഞാനമുള്ളൊരു ഹൃദയം അവർക്ക് ഉണ്ടാകട്ടെ. അപ്പനെ ബഹുമാനിക്കാൻ പഠിക്കട്ടെ. സ്വത്രം. മക്കളെ കൂട്ടുപിടിച്ച് സീരിയലിന്റെ കഥ പറയുന്ന അമ്മമാരെ, നിങ്ങൾ തലമുറ വഴിവിട്ടു പോകും, തകർന്നു പോകും. നിങ്ങൾ ഒരുപാട് കരയേണ്ടി വരും. മനസ്സിലാക്കുന്നുണ്ടോ? അതുകൊണ്ട് TV ഉള്ളത് നല്ലതാ. 7 മണി 6 മണി ആകുമ്പോൾ സമയം വേർതിരിച്ച് ചന്ദ്രന് കണ്ട് കരയാതെ ഒരു പായെടുത്ത് നിലത്തിട്ട് മക്കളെയും പിടിച്ചു നിർത്തി സ്തോത്രം പകൽ മുഴുവൻ ഭദ്രമായി നിന്നെ കാത്തു പരിപാലിച്ച ദൈവത്തിന് സ്തോത്രം എന്നൊരു പാട്ടും പാടി ബൈബിളും വായിച്ച് അവർ പഠിക്കാൻ പറഞ്ഞ് വിട്ടുനോക്കുക. നീതിമാന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ നിന്റെ കുടുംബത്തിനകത്ത് വരും. മനസ്സിലാക്കുന്നുണ്ടോ വല്ലതും? അതുകൊണ്ട് മൂത്തവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. സ്തോത്രം. കള്ളക്കഥകളും സീരിയലും പറഞ്ഞ പിള്ളേരെ കൂട്ടുപിടിച്ച് പിള്ളേരുടെ മറവില് കള്ളം ചെയ്യുന്ന അപ്പനമ്മമാരാകരുത്. നീ കരയേണ്ടി വരും, നീ ദുഃഖിക്കേണ്ടി വരും. ആത്മനിറവുകാരൻ പറയുന്നത് ഈ സഭയ്ക്കകത്തു നിന്നുകൊണ്ട്, ഈ വിശുദ്ധ പീഠത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തലമുറയ്ക്ക് കൂട്ടുനിന്ന, തലമുറയുടെ തണലില് നീ തെറ്റ് ചെയ്യാതിരുന്ന, കള്ളത്തരം കാണിച്ച ഈ പുസ്തകം എടുത്തതിന്റെ പ്രായത്തിന്റെ പറയാ നീ കരയേണ്ടി വരും, കരയേണ്ടി വരും. ഈ തലമുറ നിന്നെ ഒറ്റപ്പെടുത്തും, ഈ തലമുറ നിന്നെ തള്ളിപ്പറയോ, ഈ തലമുറ നിനക്ക് വേദനകളായി മാറും, ഈ തലമുറ നിന്നെ ഇറക്കി വിടും. അതുകൊണ്ട് അവൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാൻ മറക്കരുത്. അവൻ സ്വന്തം രക്ഷയല്ല, സ്വന്തം നിലനിൽപ്പല്ല. ആത്മീകത എത്രത്തോളം വളർത്തിയെടുക്കുവാൻ കഴിയുമോ അത്രത്തോളം വളർത്തിയെടുക്കുക. അതാ നീതി പക്ഷി പറഞ്ഞത്, ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് ഒരു കൂട് കണ്ടെത്തി, സ്വകീയ യാഗപീഠങ്ങളിൽ തന്നെ. സ്വതന്ത്രകാരത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ. അതുകൾക്ക് ഞാൻ വാക്കിനെ അവസാനിപ്പിക്കുകയാ. സ്തോത്രം. അതുകൊണ്ട് പ്രൈസിനോട് നമ്മുടെ തലമുറകളെ നമ്മൾ നേടണം.
അതാണ് വിശ്വാസ ജീവിതത്തിന്റെ മാതൃക. അതിൽ കവിഞ്ഞ മറ്റൊന്നുമില്ല. ഇന്ന് മക്കളെ ഓർത്തു ദുഃഖിക്കുന്ന എത്ര പേരുണ്ട്. അയ്യോ, അവനും കൂടെ വന്നിരുന്നെങ്കിൽ, അവളും കൂടെ വന്നിരുന്നെങ്കിൽ, എന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷം. പ്രാർത്ഥിക്കോ, ദൈവം വഴി തുറക്കുക. ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. നിന്റെ ഹൃദയത്തിൽ വാഞ്ചയുണ്ടോ, ആഗ്രഹമുണ്ടോ, അവന്റെ പ്രാധാന്യങ്ങളെ വാഞ്ചിച്ചു മോഹിക്കുന്നു എങ്കിൽ അവൻ അവിടെ അതിന്റെ തലമുറകളെ ദൈവം ഉറപ്പിക്കും. ഞാനത് വിശ്വസിക്കുന്നു. വിശ്വാസത്തിന്റെ ദൂത് നമ്മൾ കരകെട്ടെടുക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. മക്കളെ വചനം പഠിപ്പിക്കണം, അപ്പനവന്മാരെ വിശദീകരണം പഠിപ്പിക്കണം. കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാൻ അവരെ പ്രേരിപ്പിക്കരുത്, നുണ പറയാൻ പഠിപ്പിക്കരുത്, മോഷ്ടിക്കാൻ പഠിപ്പിക്കരുത്. ഇത്യാദി കാര്യങ്ങൾ നിങ്ങൾ മുഖവരിയായി എടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും അവർ ദൈവവചനം പഠിപ്പിച്ച് സ്പെഷ്യൽ ട്യൂഷൻ വിട്ടോ ആരാധന മുടക്കി വിടരുത്. ടൂർ വിട്ടോ ആരാധന മുടക്കി വിടരുത്. കല്യാണത്തിന് പൊയ്ക്കോ ആരാധന മുടക്കി പോകരുത്. ഇതിനൊക്കെ നമ്മൾ വില കൊടുക്കേണ്ടി വരും. ഇപ്പൊ നമുക്ക് അതിന്റെ വില അറിയില്ല. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവസഭ കർത്താവിന്റെ വരവിനോട് ഒരുങ്ങുവാൻ എത്ര പേര് തയ്യാറാകും. ഹല്ലേലൂയ. വില നിന്നിലുള്ള മനുഷ്യർ ഭാഗ്യവാൻ. അതിന്റെ മകൾക്ക് യഹോവയിൽ ആശ്രയം വെച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ആ വില ഏറ്റെടുത്തുകൊണ്ട് വില നിന്നിലുണ്ടെങ്കിൽ സിയോനിലേക്ക് തന്നെ ചെന്നെത്തുവാൻ കഴിയും. കണ്ണുനീരിന്റെ താഴ്വരകൾ വരാ, പ്രതികൂലങ്ങൾ വരാ, വെല്ലുവിളികൾ വരാ, തളർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. ശരീരം ക്ഷീണിക്കട്ടെ, മനസ്സ് ക്ഷീണിക്കട്ടെ, അതിനകത്തും ദൈവത്തെ മുറുകെ പിടിച്ച ദൈവം നമുക്ക് വേണ്ടി തുറക്കും. മറപ്പെട്ടോ എന്ന് പകല് കൃത്യമായ ഒരു സന്ദേശം എന്ന് പകല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എത്ര വിശ്വസിക്കോ ആമേ. കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് മുതൽ വിമർശനത്തിന് മുൻപാകും കേൾപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ആമേ. കർത്താവേ, എന്റെ തലമുറകളെ കൂടെ നേടുക, എന്റെ തലമുറകളെ കൂടെ നേടുക. ആമേ. പക്ഷിയെ പോലെ അവയ്ക്ക് മാത്രമല്ല, ആമേ, നമ്മുടെ തലമുറകൾക്ക് ഒരു കൂട് കണ്ടെത്തിയതുപോലെ ഇന്ന് പകൽക്കാലം ഞങ്ങളുമായി തീരുക. ഞങ്ങളുടെ തലമുറകളെ നേടിയെടുക്കുവാനാ ഇന്ന് പകൽക്കാലം ഞങ്ങളെ സഹായിക്കണമേ. ദൈവകരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുക. പ്രത്യാശയോടെ നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം പോലെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്കാലം അടുത്തു വരുവാൻ എത്ര പേർക്ക് കഴിയും.